ഇടുക്കിയുടെ സൗന്ദര്യം കാണാൻ ഞാൻ വീണ്ടും പോവാണ്. ഞാനല്ല, നമ്മൾ ഒരുമിച്ച് പോവാണ്. ഇപ്രാവശ്യം പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കാണ് യാത്ര. ആ വെള്ളച്ചാട്ടം ഇതിലാണോ അതിലാണോ? ഇല്ല, എന്നാ നേരെ ഇതിൽ തന്നെ അങ്ങ് പോവാം. ഇടുക്കിയിലെ കഞ്ഞിക്കുഴിക്ക് അടുത്താണ് ഈ സ്ഥലം. മൂവാറ്റുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ, എറണാകുളത്ത് നിന്ന് ഒരു 80 കിലോമീറ്റർ. ചെറിയൊരു മഴ പെയ്ത് തോർന്നിരിക്കുന്ന സമയമാണ്, വെയിലുമില്ല, ബൈക്ക് ഓടിക്കാൻ പറ്റിയ കാലാവസ്ഥ. പെരിയാറിൻ്റെ ഒരു കൈവഴിയാണ് ഈ പുന്നയാർ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പുഴയുടെ താഴെയാണ് വെള്ളച്ചാട്ടം. കുറച്ച് ദൂരം കൂടെ താഴേക്ക് നമുക്ക് പോകാനുണ്ട്. ഈ പുന്നയാർ വെള്ളച്ചാട്ടത്തിന് രണ്ടായി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് എ വെള്ളച്ചാട്ടം, മറ്റേത് ബി. ഇതിലെ ബി വെള്ളച്ചാട്ടം ഈ കാടിൻ്റെ അപ്പുറത്താണ്. അവിടുന്ന് ഷോ കഴിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ് താഴേക്ക് വന്ന് എ വെള്ളച്ചാട്ടത്തിൽ ഷോ നടത്തുന്നത്. ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഷോ ഒക്കെ നല്ല ഗംഭീരമായിരിക്കും. ആദ്യം നമുക്ക് എ വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവാം. 4 വീലറാണ് വരുന്നെങ്കിൽ ഇതേ ഇവിടെ വണ്ടി നിർത്തി നടക്കണം. ബൈക്കിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നേക്ക് പോവാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. അത്ര സിമ്പിൾ ടാസ്ക് ആയിട്ട് എടുക്കണ്ട. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടും വൈഫും വന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇത് കാണാനാണോ ഇവിടം വരെ വന്നൊരു ക്യാപ്ഷനും കൊടുത്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് അത് പറയണമെന്ന്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക നേരിട്ട് വരണോ വേണ്ടേന്ന്. ഇവിടെ നിന്നാൽ ഈ പുഴയുടെ ഒരു വ്യൂ കിട്ടും. ഈ കാണുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മൾ ആദ്യം നിന്ന ആ പാലം. നമ്മളിപ്പോൾ അത്യാവശ്യം ദൂരം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞു. ഇപ്പം തന്നെ ഇവിടം വരെയാണ് ബൈക്ക് വരുള്ളൂ. ഇവിടുന്ന് താഴേക്ക് കൊണ്ടുപോകുന്നതൊക്കെ റിസ്ക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ എ വെള്ളച്ചാട്ടം സുന്ദരി, ബി വെള്ളച്ചാട്ടത്തിനൊരു രൗദ്രഭാവമാണ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ആ താഴെ കാണുന്നതാണ് പുന്നയാർ വെള്ളച്ചാട്ടം എ. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായത്തിൽ ഈ വെള്ളച്ചാട്ടം സുന്ദരിയാണ്. എന്നാ ഒരു വ്യൂ ആവുകയെ. വേണമെങ്കിൽ ആതിരപ്പള്ളി വരെ മാറി നിൽക്കും. നല്ല കിടിലൻ വെള്ളച്ചാട്ടം. നമുക്ക് താഴേക്ക് ഇറങ്ങാം. പിന്നെ ഒരു കാര്യം, ഹെഡ്ഫോൺ വയ്ക്കാൻ മറക്കല്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി നിൽക്കുന്ന സൗണ്ടാണ് കേൾക്കാൻ പോകുന്നത്. കടലിൽ തിരമാല നോക്കി നിൽക്കുന്ന പോലെ ഈ വെള്ളച്ചാട്ടം എത്ര നേരം കണ്ടാലും മതിയാവില്ല. അതിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല തണുത്ത മഴ പെയ്യുന്ന ഫീലാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സിൽ ആ ശക്തി കാറ്റടിക്കുന്ന പോലെ വെള്ളം തെറിക്കുന്നത് കണ്ടോ. ബാച്ചിലേഴ്സ് മാത്രമാണ് വരുന്നെങ്കിൽ ആ വെള്ളം വീഴുന്നതിൻ്റെ അടുത്ത് വരെ പോയി ഇന്ന് കുളിക്കാനൊക്കെ പറ്റും. ക്യാമറ കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്ര റിസ്ക് എടുക്കാൻ. അപ്പോൾ ഇതാണ് പുന്നയാർ വെള്ളച്ചാട്ടം എ. എനിക്ക് ഈ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു. മഴക്കാലമായതുകൊണ്ട് നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കെന്നാ ബി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. പേര് വെച്ച് നോക്കുമ്പോൾ ബി ഗ്രേഡ് ഉള്ളെങ്കിലും ഇതിനേക്കാൾ രൗദ്രഭാവമാണ് അവിടെ. വാ നമുക്ക് പോയി നോക്കാം. തിരിച്ചു പോന്നപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഇടുക്കി തണുപ്പ് മഴ, ആഹാ. നമ്മൾ ബി വെള്ളച്ചാട്ടത്തിൻ്റെ വഴിയിലെത്തി. ഇത് പൊതുവഴിയല്ല, ഒരാളുടെ കൃഷിത്തോട്ടത്തിൽ കൂടെ നടന്നാണ് പോകേണ്ടത്. സഞ്ചാരികളെ സ്വാഗതം ചെയ്ത് കൃത്യമായിട്ട് ബോർഡും ഓരോ സ്ഥലത്ത് ആരോ മാർക്കും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവർ.
ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് ടാസ്ക്കാണിത്. ഈ ഒഴുക്കിൻ്റെ അപ്പുറം കിടക്കണം. കയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്, അത്ര ഡേഞ്ചർ ഒന്നുമല്ല. പക്ഷേ ഡ്രസ്സെല്ലാം നനയുന്നുള്ളത് ഉറപ്പാണ്. അല്ല, നനയാതെ പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിട്ട് എന്താ അല്ലേ. ഇതാ നമ്മൾ അടുത്ത ടാസ്കിലെത്തി. ഇത് പിന്നെ അത്ര പ്രശ്നമില്ല. ചെറിയൊരു വഴുക്കൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മരങ്ങളും വള്ളികളും ഒക്കെ ഉള്ളതുകൊണ്ട് പിടിച്ച് കയറിപ്പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. പക്ഷേ ഇതല്ല, ഭീകരത കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ പ്രഷർ പമ്പിൽ വെള്ളം ചീറ്റിക്കുന്ന പോലെ മുഖത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നത്. ഇതെന്താ, കൊടുങ്കാറ്റോ? കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ഫോഴ്സ് ഭയങ്കര കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ വെള്ളച്ചാട്ടത്തിനെ നേരെ നോക്കി നിൽക്കാൻ പറ്റാത്തത്ര ഫോഴ്സിലാണ് വെള്ളം തെറിക്കുന്നത്. പുന്നയാർ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് ഓർത്തില്ല. ഒരു വെള്ളമൊക്കെ ഒഴുകി വരുന്നൊരു ചെറിയൊരു സെറ്റപ്പ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത് തകർത്തു കേട്ടോ. ക്യാമറയൊന്നും പുറത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഷൂട്ട് ചെയ്ത് മൊത്തം ഫോണിലായിരുന്നു. അതും ഒരു പരിധി കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ കണക്കാവുന്നുള്ളതുകൊണ്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ഇതിപ്പോൾ ഞാൻ വന്നതിൻ്റെ ഒരാഴ്ച കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളമൊക്കെ ഉണ്ടായത്. ഒഴുക്ക് കുറച്ച് കുറവാണെങ്കിൽ ഒന്ന് വരാനും കുളിക്കാനും ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടാണെങ്കിൽ പോലും പറ്റിയ സ്ഥലമാണ്. ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനൊക്കെ കുറച്ച് ദൂരം കൂടുതലാണ്. അതുപോലെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലവും കുറച്ച് സ്ലിപ്പ് ആവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് സേഫാണ്. വണ്ടി നിർത്തി 5 മിനിറ്റ് നടന്നാൽ വെള്ളച്ചാട്ടത്തിലെത്തും. 2 ആഴ്ചയോളം മഴയില്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു ഭീകരതയില്ല, നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഇവിടെ ആ വെള്ളച്ചാട്ടങ്ങളുടെ ബഹളമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കളിക്കാനും പറ്റിയ സ്ഥലമാണ്. അധികം ഒഴുക്കുമില്ല, അത്ര ഡേഞ്ചറും അല്ല. നമുക്കിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതെ, നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി പറയട്ടെ കേട്ടോ. മഴ, ഇടുക്കി, വെസ്പ, ആഹാ അന്തസ്, നല്ല കീട് കോമ്പിനേഷൻ. നമ്മളിനി അടുത്ത പോകുന്ന സ്ഥലം ഒരു അപാര വ്യൂ പോയിന്റ് ആണ്. ആക്ച്വലി ഇത് എൻ്റെ പ്ലാനിലുണ്ടായിരുന്ന സ്ഥലം ആയിരുന്നില്ല. ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ കല്ലാർകൂട്ടി വഴി അടിമാലിക്ക് പോകാനായിരുന്നു പ്ലാൻ. ചേലച്ചൂടുന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ദൂരം പോയപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ്. കല്ലുമ്മേ കല്ലും ഇഞ്ചവരെ കുത്തും. ആസ് യൂഷ്വൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ സ്ഥലമൊക്കെ ആയതുകൊണ്ട് വണ്ടി ഈ വഴിക്ക് നേരെ തിരിച്ചു. ഈ വഴി നേരെ ഇങ്ങ് വന്നാൽ മതി. കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ പോലുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ടാർ റോഡ് തീരും. ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ ഒരു വീടൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ വഴി കാണാം. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. സൈഡിലൊരു ബോർഡും ഉണ്ട്. എനിക്ക് ഈ ബോർഡിൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ണി കുത്തുന്ന കളറില്ല, ഫ്ലെക്സ് അല്ല, നല്ല സ്റ്റാൻഡേർഡും സിമ്പിളും ആയിട്ടുള്ള ബോർഡ്. അപ്പോൾ ഇതാണ് കല്ലുമ്മേ കല്ല് വ്യൂ പോയിന്റിലേക്കുള്ള വഴി.
ഇതൊരു ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ ഇടവഴിയാണ്, അതൊരു കാട്ടുവഴി പോലെ ഒരു ചെറിയ കയറ്റമാണ്. ഒരുപാട് നടക്കാനുമില്ല, അടുത്ത് തന്നെയാണ്. പക്ഷേ ഇതേ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ നടക്കണമെന്ന് മാത്രം. യെസ്, ഇതാ കാണുന്നതാണ് കല്ലുമ്മേക്കല്ല്. മഴക്കാലം ആയതുകൊണ്ട് മൊത്തത്തിലൊന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് കിടക്കാം. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലാത്ത കാട്ടിനകത്തുള്ളൊരു വ്യൂ പോയിന്റ് ആണിത്. അതുകൊണ്ട് വഴിയൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. വരുന്നവർ കുറച്ച് സൂക്ഷിച്ചൊക്കെ വരണം എന്ന് മാത്രം. പിന്നെ മഴ ചാറുന്നുണ്ടായിരുന്നെങ്കിലും പാറയിലൊന്നും അങ്ങനെ സ്കിഡ് ആവുന്നൊന്നുമില്ല, സേഫായിട്ട് ഇറങ്ങി വരാം. വാവ്, അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഈ കല്ലുമ്മേ കല്ലിന് ലാലേട്ടൻ കല്ലെന്നും പേരുണ്ട്. അങ്ങനെ പേരുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയായി സ്ഥലം. ചില സമയത്ത് മൊത്തം കോടമഞ്ഞ് നിറഞ്ഞ് ഈ മുന്നിലുള്ള ഒന്നും കാണാൻ പറ്റാത്ത പോലെ വരും. നോക്കി നിൽക്കുന്ന സമയത്ത് മഞ്ഞ് മാറിപ്പോവുകയും ചെയ്യും. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അവിടെ. താഴെ ചെറിയൊരു പുഴ ഒഴുകുന്ന കണ്ടില്ലേ, അതിൻ്റെ തുടക്കം ഇടുക്കി ചെറുതോണി ഡാമിൽ നിന്നാണ്. അത് കുറച്ചുകൂടി താഴേക്ക് ഒഴുകി വേറൊരു പുഴയുടെ കൂടെ ചേർന്ന് പെരിയാറായിട്ട് ഒഴുകി നേരെ ആലുവയ്ക്ക് വരും. എങ്ങനെയുണ്ട്? നല്ല കിടിലൻ വ്യൂ പോയിന്റ് അല്ലേ ഇത്? അല്ലെങ്കിലും ഇടുക്കിയിൽ എവിടെയാണ് കിടിലൻ അല്ലാത്തതില്ലേ? ഞാൻ പോയിട്ടുള്ളതിൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സൈലൻറ്റ് പ്ലേസ് ആണിത്. ഏകദേശം 2 മണിക്കൂറോളം ഞാനിവിടെ ഇരുന്നു. നോക്കത്താ ദൂരത്തോളം ഞാനും പ്രകൃതിയും മഴയും മാത്രം. ഓ, അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇടുക്കി യാത്ര ഇവിടെ തീരുന്നില്ല, ഇനിയും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇന്ന് രാത്രി അടിമാലി പോയി സ്റ്റേ ചെയ്ത് രാവിലെ മാമലക്കണ്ടം പോകണം. അപ്പോൾ ആ വിഷ്വൽസ് വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ.